ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഒരു ചട്ടി ചൂടാൻ വെച്ച് അതിലോട്ടേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നുള്ളത് നെയ്ച്ചോറാണ്. അപ്പോൾ ഗീ റൈസിന് ഫ്രൈഡ് റൈസിനുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന രൂപം എന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻറ്റ് വേ ആണ്. അതായത് നോർമൽ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ ഫ്രൈഡ് റൈസിന് ചെയ്യുന്നുള്ളത്, വറുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ. പിന്നെ ഞാനിതിലേക്ക് നെയ്യും ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് പാം ഓയിലാണ്. നിങ്ങളടുത്ത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പാം ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഏലക്ക, ഗരം മസാല, ഇടി എല്ലാം ചേർത്ത് കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറേ വേണമെന്ന് അറിഞ്ഞിട്ടില്ല, കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ മസാലകൾ ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ 2 കപ്പ് റൈസാണ് ചേർത്തെടുത്തത്. ഒരു മണിക്കൂർ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതിന് നന്നായി വെള്ളം വാരിയതിന് ശേഷമാണ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ അരി അനുസരിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. പല രീതിയിലുള്ള അരിയുണ്ട്, പല നാട്ടിലും പല പേരായിരിക്കും. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് അരിയുടെ പേരെന്ന് പറയുന്നത് മഹാരാജയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതിയാവുന്നുണ്ട്. അപ്പം നിങ്ങൾ അരി നോക്കിയിട്ട് വേവ് കൂടുതലുണ്ടെങ്കിൽ 2 കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അളവെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2 കപ്പാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചെറുനാരങ്ങൻ്റെ പീസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മെയിൻലി ഞാൻ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഇതിനേക്കാളും സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത് വെജ് ഫ്രൈഡ് റൈസാണ്. നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ്. മെയിൻലി നമ്മൾ അതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആൻഡ് നമ്മൾ വേറെ തന്നെ റൈസ് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുമില്ല, നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് വരിക. കാരണം സോയാബീനൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മിഞ്ഞാന്ന് ഞാനിട്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെജ് ഫ്രൈഡ് റൈസ്. ആ ഒരു റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മുട്ട ചിക്കി പൊരിച്ചെടുക്കണം. ഇത് നമ്മളെ മസാലയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ചിക്കനും മുട്ട ചിക്കി പൊരിച്ചതാണ്. അത് നമ്മൾ വെജിൻ്റെയിലും ചിക്കൻ മുട്ട പൊരിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൺചട്ടി വെച്ചെടുത്ത് അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഗ്രീൻ പീസും സവാളയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടത്. നമുക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് ഉള്ള സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് നല്ല ടേസ്റ്റി റെസിപ്പിയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. അതായത് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടി ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ 2-3 പച്ചമുളകും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നല്ലോണം വേവിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒരു വാട്ടൽ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അതേ ആ ഒരു മസാലയിലോട്ടേക്ക് തന്നെ നമ്മൾ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രൈഡ് റൈസിൻ്റെ ചിക്കന്. അതിൽ നിന്ന് കുറച്ച് ചിക്കൻ പീസ് എടുത്ത് ഇതിലേക്ക് പൊടിച്ചിട്ടെടുത്തു. പിന്നെ ചിക്കി പൊരിച്ച മുട്ടയും കൂടി ഒന്ന് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് റൈസും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പ്, ഗരം മസാല, പിന്നെ പെപ്പർ പൗഡർ ഇത്ര ചേർത്ത് കൊടുക്കുക. പെപ്പർ പൗഡർ മസ്റ്റാണ്. പിന്നെ സോയാ സോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഹെൽത്തിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാതിരിക്കുക. പ്ലെയിനായിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. പിന്നെ ടൊമാറ്റോ സോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഗരം മസാലയാണെന്നത്. പിന്നെ ചിക്കൻ ചില്ലീൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ റൈസ് അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റൈസ് ഇട്ട് കൊടുക്കുന്നതോറും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മെയിൻലി ഇപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.